ഒരിക്കലേ ഒരു അധ്യാപിക തൻ്റെ ക്ലാസ് റൂമിൽ വന്നിട്ട് കുട്ടികളോട് പഠിച്ച ഭാഗങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഓരോ കുട്ടിയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ഇത് പറയാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് ഒരുങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപികക്ക് ദേഷ്യം പിടിച്ചു. കുട്ടിയെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നാളെ ഞാൻ എക്സാം വെക്കുന്നുണ്ട്, ക്ലാസ് ടെസ്റ്റ് വെക്കുന്നുണ്ട്, അതിൽ തോറ്റു കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കുട്ടികളെല്ലാവരും ക്ലാസ് ടെസ്റ്റ് എഴുതി. ഈ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് വിജയിച്ചത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ അധ്യാപിക പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കും. അത് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ആ നോട്ടുകൾ എഴുതി വെക്കും. ആ നോട്ടാണ് ഞാൻ പഠിക്കുക. ഈ കുട്ടി പിന്നീട് ലോക കോർപ്പറേറ്റുകളെ പോലും പല ഘട്ടത്തിലായിട്ട് പൊളിച്ചെഴുതിയ ഒരു കോർപ്പറേറ്റ് ഭീമനായിട്ട് മാറി. അങ്ങേരുടെ പേരാണ് ജെഫ് ബെസോസ്, ആമസോണിൻ്റെ സ്ഥാപകൻ. ആമസോൺ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെ അല്ല, മറിച്ച് ക്ലൗഡിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അത് ആർക്കും അറിയില്ലായിരുന്നു. ആരും അറിയാത്ത നീക്കങ്ങളിലൂടെ എല്ലാവരും ഇയാളൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അപാരമായ സ്ട്രാറ്റജിയിലൂടെ ലോകം കീഴടക്കാൻ പോകുന്ന മനസ്സിനുടമയായിരുന്നു.